അതിജീവിതയ്ക്കൊപ്പമാണ് CPI എന്ന് പറയുന്നു. ഇതോടെ ഈ വിധിയോടെ അവസാനിക്കുന്നില്ല സിനിമയിൽ നീതിക്ക് വേണ്ടിയുള്ള സമരം എന്ന് അദ്ദേഹം പറയുകയാണ്. അതിജീവിത ഉയർത്തിയ സത്യത്തിന്റെയും സ്ത്രീ സുരക്ഷയുടെയും പതാകയാണ്. അത് ഉയർത്തിപ്പിടിക്കാൻ സിനിമാ രംഗത്തെ കൂടുതൽ പേർ രംഗത്ത് വരും. സ്ത്രീ അവകാശങ്ങളുടെ കൂടെയായിരിക്കും CPI എന്ന് പറയുകയാണ്. ആരാണ് കുറ്റക്കാരായ പ്രതികൾക്ക് ശക്തി പകർന്നവർ എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ വന്നു. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെ കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് നടി രഞ്ജിനി പറഞ്ഞു. തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു എന്നും രഞ്ജിനി 24-നോട് പറഞ്ഞു. പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ തൊട്ട് എവിഡൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അവിടെ തന്നെ ടെമ്പറിങ് നടന്നിട്ടുണ്ട്. അത് കാരണം കൊണ്ട് ഇപ്പോ കോടതിയിൽ വന്നപ്പോ ഇനഫ് എവിഡൻസ് ഇല്ല ഒരാളെ പിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അത് കാരണം കൊണ്ടാണ് ദിലീപിന് ഇന്നസെന്റ് ആയത്. അതിജീവിത കടുത്ത ആഘാതത്തിലാണ് എന്നാണ് ഭാഗ്യലക്ഷ്മി 24-നോട് പറഞ്ഞത്. തുടങ്ങിവെച്ച പോരാട്ടം തുടരുമെന്നും ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചു. അവളുടെ ഉള്ളിൽ ഒരു ചെറിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഒരു 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 മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനമില്ലേ? കാരണം ആ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞ ഒരാളാണ്. ആ ആള് പറഞ്ഞിട്ടും ഈ വ്യക്തിക്കെതിരെ ഇത്രയധികം തെളിവുകളും ഇത്രയധികം സാക്ഷികളും ഉണ്ടായിട്ടും ഇതാണ് എങ്കിൽ എന്നൊരു ഷോക്കിലാണ് സത്യത്തിൽ ഇരിക്കുന്നത്. അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് റിമ കല്ലിങ്കിലും രമ്യ നമ്പീശനും രംഗത്തെത്തി. എപ്പോഴത്തെക്കാളും കരുത്തോടെ ഇപ്പോൾ അവൾക്കൊപ്പമെന്ന് റിമയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.